കർണാടക രാജ്യോത്സവ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ സൺഡേ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ മീന ബസാർ കണ്ടക്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വേഗം ഓടിയെത്തുക ഉണ്ടായിട്ടാണ്. വെളുപ്പിന് 4 മണിക്ക് ഇറങ്ങി ഞങ്ങളൊരു 3 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി. ഇതൊരു 5 മണിക്കാണ് സ്റ്റാള് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ ഓർണമെൻറ്റ്സിൻ്റെ ഒരു സ്റ്റാൾ ഇട്ടായിരുന്നു. നല്ല സുന്ദരികളായിട്ട് സാരിയൊക്കെ എടുത്ത് ആഭരണമൊക്കെ ഇട്ടാണ് ഞങ്ങളും നിന്നിരുന്നത് കേട്ടോ. നല്ല റെസ്പോൺസായിരുന്നു. ഒത്തിരി പേര് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു, ഓർണമെൻറ്റ്സ് വാങ്ങി. ഞങ്ങളുടെ പിള്ളേരും ഒക്കെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു. വൈഷ്ണവിൻ്റെ ഫ്രണ്ട് വരെ വന്നായിരുന്നു ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഒത്തിരി സ്റ്റാൾസ് ഉണ്ടായിരുന്നു. നമ്മുടെ അകത്ത് താമസിക്കുന്നവരുടെയും അതുകൂടാതെ പുറത്തുനിന്നുള്ളവർക്കും ഇടായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് കസ്റ്റമർ. ബ്രേസ്ലെറ്റാണ് അവൾ മേടിച്ചത്. അത് കഴിഞ്ഞ് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇരുട്ടായപ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാർ വന്നു. അപ്പോൾ ഞങ്ങളെല്ലാ ഓർണമെൻറ്റ്സും ഇതുപോലെ ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാജ്യോത്സവം പ്രമാണിച്ച് എല്ലാ വീക്കെൻഡും നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ഓരോ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഫ്രണ്ട് ലൂസിയാണ്. ലൂസിയും ഫ്രണ്ടും കൂടി ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഒത്തിരി ഓർണമെൻറ്റ്സിൻ്റെ ഒരു സ്റ്റാളായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ സ്റ്റാളിലേക്കും എനിക്ക് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞങ്ങളുടെ സ്റ്റാളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഒത്തിരി തിരക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ലൂസിയുടെ നേരെ ഫ്രണ്ടിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടോ. പിന്നെ അത് അവനി ഞങ്ങളുടെ സൈഡിൽ തന്നെ ആയിരുന്നു. അവൾ ഒരു ഗെയിമാണ് കണ്ടക്ട് ചെയ്തത്. കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് വന്ന് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റാള് നടത്തായിരുന്നു. സ്നാക്സൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ്, രാജരാജശ്രീ നഗറിലുള്ള എൻ്റെ ഫ്രണ്ട്സ് വന്ന് എന്നെ സപ്പോർട്ട് ചെയ്തു കേട്ടോ. എല്ലാവരും തന്നെ നല്ലൊരു റെസ്പോൺസായിരുന്നു. ഇപ്പോൾ രാജ്യോത്സവം പ്രമാണിച്ച് ഇതുപോലെയുള്ള അതായത് സ്പോർട്സ് ഉണ്ടായിരുന്നു കഴിഞ്ഞ സൺഡേസിലൊക്കെ. മീന ബസാർ എന്ന് പറയുന്നത്, ബസാർ എന്ന് വെച്ചാൽ കടകൾ എന്നാണല്ലോ ഉദ്ദേശം. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി സ്റ്റാൾസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യും. രാത്രിയായപ്പോൾ നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിരുന്നു.